നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നും പറയുന്നത് പോലെ തന്നെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പോയിന്റ്സ് തരുന്നത്. അതായത് PSC മുൻ വർഷങ്ങളിൽ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്തായാലും അതിന്റെ കറണ്ട് ആയിട്ടുള്ള ഇപ്പൊ 2022, 2021 ആ ഫാക്ട്സ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ക്ലാസ്സിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്തിട്ട് പോണേ. നിങ്ങളുടെ ലൈക്കിന്റെ നമ്പർ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് അതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് ONV സാഹിത്യ പുരസ്കാരമാണ്. കവി ONV കുറുപ്പിന്റെ സ്മരണയ്ക്കായി ONV കൾച്ചറൽ അക്കാദമി വർഷം തോറും നൽകി വരുന്ന പുരസ്കാരമാണ് ONV സാഹിത്യ പുരസ്കാരം. 2017 ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇപ്പൊ കവി ONV കുറുപ്പിന്റെ സ്മരണയ്ക്കായി 2017 മുതൽ ONV കൾച്ചറൽ അക്കാദമി വർഷം തോറും നൽകി വരുന്ന പുരസ്കാരമാണ് ONV സാഹിത്യ പുരസ്കാരം. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ഇപ്പൊ പുരസ്കാര തുക എത്ര രൂപയാണ്? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. ഇന്ത്യയിലെമ്പാടുമുള്ള എഴുത്തുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെ മലയാള ഭാഷയിലെ എഴുത്തുകാർക്ക് മാത്രമേ ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളൂ. 2017 ഏർപ്പെടുത്തിയത്. 2017 പ്രഥമ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക? സുഗതകുമാരി. സുഗതകുമാരിക്കാണ് 2017 പ്രഥമ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2018 ലഭിച്ചത് MT വാസുദേവൻ നായർക്കും. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും. 2020 M ലീലാവതിക്കും. 2021 വൈരമുത്തുവിനുമാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ 2017 പ്രഥമ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക? സുഗതകുമാരി. 2018 MT വാസുദേവൻ നായർ. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 M ലീലാവതി. 2021 വൈരമുത്തു. 2022 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് T പത്മനാഭനാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അതുകൊണ്ട് ഇന്ന കൃതി എന്നില്ല, സമഗ്ര സംഭാവനയ്ക്കാണ് ONV സാഹിത്യ പുരസ്കാരം നൽകുന്നത്. 2022 പുരസ്കാര ജേതാവാര? T പത്മനാഭൻ. T പത്മനാഭൻ. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എല്ലാവരും റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലേ? അപ്പോ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തോളാം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ ഇത്രയും നാളും പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തോളാം. അപ്പൊ റിവിഷന് വേണ്ടിയിട്ടേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടേ? ഇപ്പൊ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം പുറത്തിറക്കിയ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്ന് പറയുന്ന ബുക്കാണ് ഇത്. ഇതിലെ SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും ന്യൂ പാറ്റേൺ രീതിയിൽ PSCയുടെ മാറിയ ട്രെൻഡ് അനുസരിച്ച് പുതിയ പാറ്റേൺ രീതിയിൽ പ്രസ്താവന രീതിയിലാക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തൊരു ബുക്കാണ്. ഇപ്പൊ ബുക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പൊ നിങ്ങൾക്ക് റിവിഷന് പറ്റിയ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ്. നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുക്കുക. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യനും ആൻസറും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ തന്നെ പഠിച്ച് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ പഠിച്ചിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവാവുന്നതാണ്. റിവിഷന് പറ്റിയ ബുക്കാണ്. ഇപ്പൊ ഒരുപാട് പേര് വാങ്ങി നല്ല അഭിപ്രായം പറഞ്ഞ ബുക്കാണ്. ഇപ്പോഴും ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സന്തോഷം. ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിലേ ഞാൻ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരാവേ. ഇനി 2021 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? യുവ സാഹിത്യ പുരസ്കാരം ഒരു കൃതിക്ക് തന്നെയാ കൊടുക്കുന്നത്. കലിനളൻ എന്ന കൃതിക്ക് അരുൺ കുമാർ അന്നൂരിനാണ് 2021 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കലിനളൻ എന്ന കൃതിക്ക് അരുൺ കുമാർ അന്നൂരിനാണ് പുരസ്കാരം 2021 പുരസ്കാരം ലഭിച്ചത്.
ഇനി 2022 ONB യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അമൃത ദിനേശിനാണ്. അമൃത ദിനേശിന്റെ അമൃത ഗീത എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അമൃത ദിനേശിന്റെ ഏത് കൃതിക്കാണ് ലഭിച്ചേ? അമൃത ഗീത. അമൃത ഗീത എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ONB സാഹിത്യ പുരസ്കാരം 2022 സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭൻ. 2021 ആർക്കാ? വൈരമുത്തു. ബാക്കിലേക്ക് പോ. 2020 ആർക്കാ ലഭിച്ചേ? എം ലീലാവതി. 19 ആർക്കാ ലഭിച്ചേ? അക്കിത്തം. 18 MD വാസുദേവൻ നായർ. 17 ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കും ആണ്. 2021 ONB യുവ സാഹിത്യ പുരസ്കാരം അരുൺകുമാർ അന്നൂർ കലിനളൻ എന്ന കൃതിക്ക്. 2022 യുവ സാഹിത്യ പുരസ്കാരം അമൃത ദിനേശ് അമൃതഗീത എന്ന കൃതിക്കുമാണ് ലഭിച്ചത്. ഓക്കെ, ONB സാഹിത്യ പുരസ്കാരം ക്ലിയർ ആയില്ലേ? അടുത്തത് വീണപൂവ് ശതാബ്ദി സമ്മാനം ആണ്. തോന്നയ്ക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് വീണപൂവ് ശതാബ്ദി പുരസ്കാരം. കുമാരനാശാൻ കവിതാ നിരൂപണത്തിനാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. 2022 ഇത് 2022 പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളാണ്. ഇപ്പൊ 2022 പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. കെ ജയകുമാറിന്റെ വീണപൂവ് വിത്തും വൃക്ഷവും, വീണപൂവ് വിത്തും വൃക്ഷവും എന്ന കൃതിക്കാണ് ഇത്തവണത്തെ വീണപൂവ് ശതാബ്ദി പുരസ്കാരം ലഭിച്ചത്. തോന്നയ്ക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. കെ ജയകുമാറിന്റെ വീണപൂവ് വിത്തും വൃക്ഷവും എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത് രണ്ടും ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തവനൂർ സെൻട്രൽ ജയിൽ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന ആദ്യത്തെ സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ സെൻട്രൽ ജയിൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന ആദ്യത്തെ സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ. ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. തവനൂർ സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ. അപ്പൊ ഈ തവനൂർ സെൻട്രൽ ജയിൽ വന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ എത്ര സെൻട്രൽ ജയിൽസ് ഉണ്ട്? 4 സെൻട്രൽ ജയിൽസ് ആണ് ഉള്ളത്. അപ്പൊ 4ാമത്തെ സെൻട്രൽ ജയിലായിട്ടാണ് തവനൂർ സെൻട്രൽ ജയിൽ നിലവിൽ വന്നത്. ഏതൊക്കെയാണ് ആ 4 സെൻട്രൽ ജയിൽ? ആദ്യത്തേത് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ, രണ്ടാമത്തേത് തൃശൂർ, പിന്നെ കണ്ണൂർ, 4ാമത്തേതാണ് മലപ്പുറം. നമ്മുടെ രാജ്യത്തെ 145ാമത് സെൻട്രൽ ജയിലും കൂടിയാണ് തവനൂർ സെൻട്രൽ ജയിൽ. അപ്പൊ തവനൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലാണ്. ഏതൊക്കെയാ കേരളത്തിലെ സെൻട്രൽ ജയിൽസ്? തിരുവനന്തപുരം, പൂജപ്പുര, തൃശൂർ, കണ്ണൂർ, മലപ്പുറം. രാജ്യത്തെ 145ാമത് സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ. ഓക്കെ, അടുത്ത പോയിന്റ് കേരള സവാരി. കേരള സവാരി എന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ തന്നെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനമാണ് കേരള സവാരി. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനമാണ് കേരള സവാരി. ഈ കേരള സവാരി എന്ന പദ്ധതിയുടെ ലക്ഷ്യം ജനങ്ങൾക്ക് മികച്ച സേവനവും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് അർഹമായ പ്രതിഫലവും ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. പേരെന്താ? കേരള സവാരി. ഓൺലൈൻ ടാക്സി സംവിധാനമാണെന്നുള്ള പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓൺലൈൻ ടാക്സി സംവിധാനമാണ് കേരള സവാരി. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇവ എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ. സോളാർ ബോട്ട് വന്നപ്പോഴത്തേക്ക് അത് ചോദ്യമായിട്ട് ചോദിച്ചു. അപ്പൊ ഈ സോളാർ കാറും കൂടെ ഓർത്തിരിക്കാം. ഇവ എന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ. ഈ കാറ് നിർമ്മിച്ചത് പൂനെ ആസ്ഥാനമായ EV സ്റ്റാർട്ടപ്പ് വേവ് മൊബിലിറ്റി. EV സ്റ്റാർട്ടപ്പ് വേവ് മൊബിലിറ്റി ആണ് ഈ കാറിന്റെ നിർമ്മാതാക്കൾ. ഇവരുടെ ആസ്ഥാനം പൂനെയാണ് ആസ്ഥാനം. ഓക്കെ, ഇത്രയും ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? അടുത്ത പോയിന്റ്സ് നോക്കാം. അടുത്തത് JC ഡാനിയൽ പുരസ്കാരമാണ്. മലയാള സിനിമയിലെ കേരളത്തിലെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം PSCക്ക് ഒരു ഇഷ്ട ടോപ്പിക് തന്നെയാണ്. എപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം PSC എടുത്ത് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്.
2021 പുരസ്കാരം പ്രഖ്യാപിച്ചത് 2022 അപ്പൊ നിങ്ങൾ 2022 എന്ന് വിചാരിക്കരുത്. അത് 2021 പുരസ്കാരമാണ് 2022 പ്രഖ്യാപിച്ചത്. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് സംവിധായകനായ KP കുമാരനാണ്. KP കുമാരനാണ് 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ആയുഷ്കാല സംഭാവനയ്ക്ക് കേരള സർക്കാർ, മലയാള സിനിമയിലേക്കുള്ള ആയുഷ്കാല സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഈ ഒരു അവാർഡ്. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക, പിന്നെ പ്രശസ്തി പത്രവും ഉണ്ട്, ഫലകവും ഉണ്ട്. ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണ്? അതിഥി 1975 പുറത്തിറങ്ങിയ ചിത്രമാണ് അതിഥി. രുക്മിണി 1988. ഈ രുക്മിണി എന്ന ചിത്രത്തിന് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. രുക്മിണി എന്ന ചിത്രത്തിന്. ആകാശഗോപുരം 2008. 2020 പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിന്റെ ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നത് 2020 പുറത്തിറങ്ങിയ KP കുമാരന്റെ ചിത്രമാണ്. അപ്പൊ KP കുമാരനാണ് 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 2022 ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഇനി 2020 വരികയാണെങ്കിൽ 2020 ഗായകനായ P ജയചന്ദ്രനാണ് പുരസ്കാരം ലഭിച്ചത്. ഗായകനായ P ജയചന്ദ്രനാണ് 2020 പുരസ്കാരം ലഭിച്ചത്. 2019 സംവിധായകനായ ഹരിഹരനും 2018 അഭിനേത്രിയായ ഷീലയ്ക്കുമാണ് ലഭിച്ചത്. 2020 ആർക്കാ ലഭിച്ചേ? ഗായകനായ P ജയചന്ദ്രൻ. 2019 സംവിധായകൻ ഹരിഹരൻ. 2018 അഭിനേത്രി ഷീലയ്ക്കുമാണ് ലഭിച്ചത്. ഈ ചോദ്യം ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ്. 2021 JC ഡാനിയൽ പുരസ്കാരം KP കുമാരൻ. ഓക്കെ, അടുത്ത കുറച്ച് ആപ്ലിക്കേഷൻസിന്റെ പേരാണ്. പുതിയതായി ഡെവലപ്പ് ചെയ്ത കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് കുഞ്ഞാപ്പ്. കുഞ്ഞാപ്പ് എന്നത് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള സർക്കാർ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കുഞ്ഞാപ്പ്. കുഞ്ഞാപ്പ് ഇതിന്റെ ലക്ഷ്യം എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക എന്നതാണ് കുഞ്ഞാപ്പിന്റെ ലക്ഷ്യം. കുഞ്ഞാപ്പ്. അടുത്തത് യൂസ്കൂൾ. യൂസ്കൂൾ എന്ന ആപ്പ് പഠന വിനോദ യാത്രകൾ സുരക്ഷിതമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും യുണിസെഫും ചേർന്ന് സംയുക്തമായി ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷന്റെ പേരാണ് യൂസ്കൂൾ. യൂസ്കൂൾ എന്ന ആപ്ലിക്കേഷൻ പഠന വിനോദ യാത്രകൾ സുരക്ഷിതമാക്കാൻ വേണ്ടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും യുണിസെഫും ചേർന്ന് സംയുക്തമായി ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്തുവാ? യൂസ്കൂൾ എന്നതാണ്. ഇനി മീകോപ്സ് എന്ന ആപ്ലിക്കേഷൻ കേരള പോലീസിന്റെ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് മീകോപ്സ്. മൈകോപ്സ് എന്നോ മീകോപ്സ് എന്നോ വായിക്കാം. ഇനി ലക്കി ബിൽ എന്ന ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാ? നികുതി വെട്ടിപ്പ് തടയുന്നതിനു വേണ്ടി കേരള ചരക്ക് സേവന നികുതി GST വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ലക്കി ബിൽ. ലക്കി ബിൽ എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് കേരള ചരക്ക് സേവന നികുതി വകുപ്പാണ്. നികുതി വെട്ടിപ്പ് തടയുന്നതിനു വേണ്ടി കേരള ചരക്ക് സേവന നികുതി GST വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ലക്കി ബിൽ. അപ്പൊ കുഞ്ഞാപ്പ് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി, യൂസ്കൂൾ പഠന വിനോദ യാത്രകൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും യുണിസെഫും ചേർന്ന് സംയുക്തമായി ഡെവലപ്പ് ചെയ്ത ആപ്പാണ്. മീകോപ്സ് എന്നത് കേരള പോലീസിന്റെ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ. ലക്കി ബിൽ എന്നത് നികുതി വെട്ടിപ്പ് തടയുന്നതിന് വേണ്ടി കേരള ചരക്ക് സേവന നികുതി വകുപ്പ് ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അടുത്ത നോക്കാം. പുതിയ കുറച്ച് നിയമനങ്ങളാണ്. ഈ നിയമനങ്ങളെല്ലാം പഠിച്ചു വെച്ചോളൂ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടും. ഡോക്ടർ MR ബൈജു ആരാണ്? PSC ചെയർമാനായിട്ട് നിയമിതനായ നമ്മുടെ പുതിയ PSC ചെയർമാനാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ MR ബൈജു. ഡോക്ടർ MR ബൈജു PSC ചെയർമാനായിട്ട് നിയമിതനായി, അല്ലെങ്കിൽ പുതിയ PSC ചെയർമാൻ. PT ഉഷ
ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു PT ഉഷ. ആദ്യമായിട്ടാണ് ഒരു മലയാളി ഈ ഒരു പദവിയിൽ എത്തുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയാകുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് PT ഉഷ. അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷ ആരാണ് ഇപ്പോൾ നിലവിൽ? PT ഉഷയാണ്. മല്ലിക സാരാഭായി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിതയായ നർത്തകി ആര്? മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിതയായ നർത്തകിയാണ് മല്ലിക സാരാഭായി. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ VSSCയുടെ ഡയറക്ടറായിട്ട് നിയമിതനായി. VSSCയുടെ ഡയറക്ടർ സോമനാഥ് ആയിരുന്നു. അദ്ദേഹം ISRO ചെയർമാൻ ആയപ്പോൾ ആ ഒഴിവിലേക്ക് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ് വന്നത്. VSSCയുടെ ഡയറക്ടറായിട്ട് ഉണ്ണികൃഷ്ണൻ നായർ നിയമിതനായി. പരമേശ്വരൻ അയ്യർ നീതി ആയോഗിന്റെ CEO ആണ്. മലയാളിയാണ് ഇദ്ദേഹം. UP കേഡർ IAS ഉദ്യോഗസ്ഥരുമായിരുന്നു. ആര്? പരമേശ്വരൻ അയ്യർ. ഇദ്ദേഹമാണ് ഇപ്പോൾ നീതി ആയോഗിന്റെ CEO. ഇദ്ദേഹം മലയാളിയാണെന്ന് കൂടി ഓർക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ എല്ലാം. ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുവേ. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ചെയ്ത ക്ലാസ്സുകളെല്ലാം കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. എന്നതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം പുറത്തിറക്കിയ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇവിടെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.